إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കുവ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യദിനത്തിനുകൂടി സാക്ഷിയാവാൻ പോകുകയാണ്. 2026 ഓഗസ്റ്റ് 15 ഇന്ത്യ ആഘോഷിക്കുന്നത് 80ാമത് സ്വാതന്ത്ര്യദിനമാണ്. 1947 നമുക്കറിയാം, ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 79 വർഷം നാം പിന്നിട്ടിരിക്കുന്നു എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, രാജ്യസ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാറുണ്ട്. അതെ, ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നവനായിരിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ രാജ്യത്തോടുള്ള സ്നേഹം അവിടുന്ന് വിളംബരം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ നാം വായിക്കുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ്സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹുവോട് പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ ഒരു നിർഭയത്വത്തിൻ്റെ രാജ്യമാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. തന്നെയുമല്ല, അദ്ദേഹം പ്രാർത്ഥിച്ചു വർസുഖ് അഹ്ലഹു മിനസ്സമറാത്ത്, ഈ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് നീ സമറാച്ചുകൾ പഴവർഗ്ഗങ്ങളിൽ നിന്ന് അവർക്ക് നീ ഭക്ഷണം നൽകണമേ എന്ന് പറയുകയും അവരാരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൻ ആമന മിൻഹും, അദ്ദേഹം ഉദ്ദേശിച്ച ആളുകൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരാണെന്ന് പറയുമ്പോൾ അല്ലാഹ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഖാല വമൻ കഫർ, ഞാൻ വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ഞാൻ നൽകും. ഫഉമച്ചുഹു ഖലീലൻ തുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാരി വബിഇസ്ൽ മസ്സീർ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതെ, ഞാൻ അവിശ്വാസികൾക്ക് നൽകും, പിന്നീട് അവരെ ഏറ്റവും വേദനാജനകമായ ശിക്ഷയിലേക്ക് നാം കൊണ്ടുപോകുമെന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗം പിൻപറ്റിയവരാണ് നാം. കാലത്തും വൈകുന്നേരവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് ഞങ്ങളെന്ന്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് വ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നവരല്ലേ സഹോദരങ്ങളെ നമ്മൾ. കാലത്ത് അസ്ബഹന എന്നും വൈകുന്നേരത്ത് അംസൈന എന്നും. അതേ, ഞങ്ങൾക്ക് നേരം വെളുത്തിരിക്കുന്നു. ശുദ്ധ പ്രകൃതിയിൽ ഇഖ്ലാസ് എന്ന കലിമത്തിൻ്റെ മേലിൽ ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിലായിക്കൊണ്ട് വ അലാ മില്ലത്തി അബീനാ ഇബ്രാഹിം, ഞങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ മില്ലത്തിലായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയും നാമും ഈ രാജ്യത്തെ സ്നേഹിക്കലും ഈ രാജ്യത്തിൻ്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കമാ ഹബ്ബിബ്നാ മക്ക ഔ അശ്ദ വലഹുഹ വബാരിക് ലനാ ഫീ സാഇഹ വമുദ്ദിഹ എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്. അഥവാ അള്ളാഹുവെ, അവിടെ നിന്ന് ശക്തമായി പ്രാർത്ഥിക്കാറുണ്ടെന്നർത്ഥം. അള്ളാഹുവെ, ഞങ്ങൾക്ക് മക്കയെ ഇഷ്ടപ്പെട്ടതുപോലെ, ഞങ്ങൾ മക്കയെ ഇഷ്ടപ്പെട്ടതുപോലെ മദീനയെയും ഞങ്ങൾക്ക് നീ ഇഷ്ടമുള്ളതാക്കണേ. അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഈ മദീനയുടെ മുദ്ദിലും സായിലും അളവിലും ആ രൂപത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നീ ബർക്കത്ത് ചെയ്യണമേ എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എത്രമാത്രം അവിടുന്ന് സ്വന്തം രാജ്യത്തെ, മക്കയാകുന്ന താൻ ജനിച്ച് വളർന്ന രാജ്യത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹി വ അഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി, അതേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയെ നോക്കി പ്രകാരം പറഞ്ഞു എന്നാണ്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ, ഏ മക്ക, നീ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറായ സ്ഥലമാണ്, ഏറ്റവും ഖൈറായ ഭൂമിയാണ്. വ അഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് മക്കയെ നീ. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി, ഈ രാജ്യക്കാരെ നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലെങ്കിൽ മാ ഖറജ്തു, ഞാൻ പോകുമായിരുന്നില്ല, ഞാൻ പുറപ്പെട്ടു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ പിറന്നു വീണ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേ സഹോദരങ്ങളെ, നാം പിറന്നു വീണ ഈ മണ്ണിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ചില്ലറ അപശബ്ദങ്ങളും കശപിശകുകളും മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളീയർ, സന്തോഷത്തിൽ തന്നെയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം കശപിശകളും അപശബ്ദങ്ങളും ചരിത്രത്തിൽ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. കപടവിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹ് പറയുമ്പോൾ അവർ പറയുന്നതായി അല്ലാഹ് പറയുന്നുണ്ട്, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹ് പറയുന്നുണ്ട്, അവർ പറയുന്നു, മുനാഫിഖീങ്ങൾ പറയുന്നു, ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു ചെന്നാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, അതേ യോഗ്യരായ ശക്തരായ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും നിസ്സാരന്മാരെ പുറത്താക്കും. അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെയും സഹാബത്തിനെയും ഞങ്ങൾ പുറത്താക്കുമെന്നാണ്. അതിന് അല്ലാഹ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് ആർക്കാണോ പ്രതാപം, ആർക്കാണോ യോഗ്യത, അത് അള്ളാഹുവിനാണ്, റസൂലിനാണ്, വിശ്വാസികൾക്കാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപട വിശ്വാസികൾക്ക് പക്ഷേ ഒന്നുമറിയാത്തവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് തന്നെയാണ് അത്തരം ആളുകളോട് നമുക്കും പറയാനുള്ളത്. അത്തരക്കാരെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിന് വേണ്ടി നമുക്ക് പണിയെടുക്കാം സഹോദരങ്ങളെ. നമുക്ക് ഈ രാജ്യത്തോടും ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരോടും
ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആദർശം നെഞ്ചിലേറ്റിയെന്ന നിലയ്ക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട്. അതിലൊന്നാമത്തത് അൽ മഹബ്ബത്തു, സ്നേഹമാണ്. അഥവാ സ്വന്തം നാടിനെയും അവിടെയുള്ള ജനങ്ങളെയും സ്നേഹിക്കുക എന്നത്. രണ്ടാമത്തത് സംരക്ഷണമാണ്. ഈ രാജ്യത്തിന് നമ്മൾ സംരക്ഷണം നൽകണം. ഹിമായത്ത് എന്ന് പറയും. രാജ്യത്തിൻ്റെ സമാധാനം, പൊതുസമ്പത്ത്, ജനങ്ങളുടെ സുരക്ഷ എന്നിവ സംരക്ഷിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തത് ദിഫാ എന്ന് പറയും അറബിയിൽ, അഥവാ പ്രതിരോധം തീർക്കുക. നാടിനും സമൂഹത്തിനും ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നിയമാനുസൃതമായ രീതിയിൽ സംരക്ഷിക്കാൻ സഹകരിക്കുക. നാലാമത്തത് അൽ വഫാ, അറബിയിൽ വഫാ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. നാടിനോടും സമൂഹത്തോടും വഞ്ചന കാണിക്കാതിരിക്കുക. ഇതൊക്കെ യഥാർത്ഥ വിശ്വാസികൾ എന്ന നിലക്ക്, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം നെഞ്ചിലേറ്റിയെന്ന നിലക്ക് നമുക്ക് നിർബന്ധമാണ് സഹോദരങ്ങളെ. അഞ്ചാമത്തതായി ഉത്തരവാദിത്വത്തിൽ സത്യസന്ധത കാണിക്കുക എന്നതാണ്. അസ്സുദുഖു ഫി തഹമ്മുലിൽ മസ്ഊലിയ, തനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥതയോടെ, അത് എത്ര ചെറുതാണെങ്കിലും ഈ രാജ്യം, ഈ സമൂഹം, ഈ സർക്കാർ നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാം സത്യസന്ധമായി നിർവഹിക്കുക എന്നതാണ്. ആറാമത്തത് അൽ ഇച്ഖാനു ഫിൽ അമൽ, ജോലിയിൽ മികവ് കാണിക്കുക. തൊഴിലാളി തൻ്റെ ജോലി നന്നായി ചെയ്യുക. അധ്യാപകൻ പഠിപ്പിക്കൽ നന്നായി നിർവഹിക്കുക. വിദ്യാർത്ഥി പഠനത്തിൽ ആത്മാർത്ഥത പുലർത്തുക എന്ന രൂപത്തിലൊക്കെ നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയും സഹോദരങ്ങളെ. മേൽപ്പറയപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകളും ഉപമകളും ഉദാഹരണങ്ങളും അള്ളാഹു നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹ് പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹ്, നിങ്ങളോട് അള്ളാഹ് വിലങ്ങുന്നില്ല. അനില്ലദീന, ഒരു വിഭാഗത്തെ തൊട്ട്, ലം യുഖാതിലൂകും ഫിദ്ദീനി, മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ഒരു വിഭാഗം ആളുകളോട് അള്ളാഹു വിരോധിക്കുന്നില്ല. എന്ത്? അൻതബറൂഹും, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യൽ, വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നീതിയിൽ പ്രവർത്തിക്കലും നീതിയിൽ വർത്തിക്കലും അള്ളാഹ് നിങ്ങളോട് വിലങ്ങുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും നീതിയുക്തമായി ജീവിക്കുന്ന ആളുകളെ, ആ രൂപത്തിലുള്ള ആളുകളെ ഇഷ്ടം വെക്കുന്നവനാണ്. പിന്നെ ആരെയാണ്, പിന്നെ എന്താണ് അള്ളാഹു നമ്മളോട് വിലങ്ങുന്നത്? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വലാഹറു അലാ ഇഖ്റാജികും മൻ തവല്ലഹും വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. എല്ലാത്തിനും നമ്മുടെ മതം നമുക്ക് നിയമങ്ങളും തത്വങ്ങളും വിവരിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ. ഇന്നമാ യൻഹാകുമുല്ലാഹ്, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് വിലങ്ങുന്നത് അനില്ലദീന, ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ്. ഖാതലൂകും ഫിദ്ദീൻ, മതത്തിൻ്റെ പേരിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിരിക്കുന്നു. വഅഖ്റജൂകും മിൻ ദിയാരികും, മതത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കുന്നു. വലാഹറു അലാ ഇഖ്റാജികും, ഈ രാജ്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹ് നിങ്ങളോട് വിലങ്ങുന്നു. എന്ത്? അൻതവല്ലഹും, അവരോട് സ്നേഹബന്ധം, അവരോട് നിങ്ങൾ മമതയിൽ മുന്നേറൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ സഹകരിക്കൽ. വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അത്തരം ആളുകളോട് സ്നേഹത്തിൽ വർത്തിക്കുക എന്നത് അവർ അക്രമികളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതായിരിക്കണം ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികളായ മനുഷ്യരുടെ നിലപാട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه صلوات الله وسلامه عليه وعلى آله وأصحابه وأتباعه وإخوانه أما بعد أوصيكم عباد الله ونفسي ثانيا بتقوى الله سبحانه وتعالى. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും
ആ മതമനുസരിച്ച് ജീവിക്കാനും ആ മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം. സഹോദരങ്ങളെ, ആ രൂപത്തിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു രാജ്യം ഇന്ന് ഇന്ത്യയെപ്പോലെ മറ്റു ഈ ലോകത്ത് നമുക്ക് കാണുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതെ, ഏതു മതം സ്വീകരിക്കാനും ആ മതമനുസരിച്ച് ജീവിക്കാനും അത് പരസ്യമായി അത് സത്യമാണെന്നും അതിലേക്ക് ക്ഷണിക്കാനും സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മണ്ണിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസികൾ എന്ന രൂപത്തിൽ നാം ഏറ്റവും വലിയ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖല കൂടിയാണ് ഞാൻ അവസാനം പറഞ്ഞത്. അഥവാ നാം മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഇവിടെയുള്ള പോലീസ്, ഇവിടെയുള്ള സർക്കാർ, ഇവിടെയുള്ള ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു രാജ്യം എവിടെയാണ് സഹോദരങ്ങളെ? ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമെന്നറിയപ്പെടുന്ന സൗദി അറേബ്യയിൽ പോലും പബ്ലിക്കായി നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റൂല. ആ പ്രസംഗിക്കുന്ന സന്ദർഭത്തിലെ ഓർമ്മയെ നമുക്കുണ്ടാവൂ, അതിൻ്റെ അപ്പുറം നമ്മൾ അവിടെ കാണില്ല. അതേസമയം എൻ്റെ ആ രാജ്യത്ത് അള്ളാഹ് നമുക്കത് നൽകിയിട്ടുണ്ട്. അതിവിടെ തൗഹീദുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയ, തൗഹീദുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടുകൂടെ അള്ളാഹു നൽകിയ ഒരു സ്വാതന്ത്ര്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്താനാണ് സഹോദരങ്ങളെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോകുന്ന നമ്മൾ ഏറ്റവും വലിയ ഗൗരവമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അഥവാ നമ്മൾ മനസ്സിലാക്കിയ ഈ സത്യം വിശുദ്ധ ഖുർആനും സുന്നത്തും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട, സ്വതന്ത്രമായി എത്തിക്കാനുള്ള അവകാശം നൽകപ്പെട്ട ഒരു മണ്ണ്, ഒരു ഭരണഘടനയാണ് നമ്മളുടേത്. അള്ളാഹു പറയുന്നുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവനാരുണ്ട്? വഅമില സാലിഹൻ, അവൻ പറയുക മാത്രമല്ല വഅമില സാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അവനേക്കാൾ ഉത്തമൻ, അവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതിന് അവസരമുള്ള മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, നാം എന്തുകൊണ്ട് അതിന് മുന്നിട്ടിറങ്ങുന്നില്ല? ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഫവല്ലാഹി ലഅൻ യഹ്ദിയക അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിൻ ഉമറിൻ നിഅം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനോട്, നീ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ, നീ കാരണം അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ കാരണം ഒരാൾ ഹിദായത്താവുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അലി നിനക്കാണത് ചുവന്ന ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ നിനക്കതാണ് ഉത്തമമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ്, ഏറ്റവും സഹിഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അന്ന് അക്കാലത്ത് അറബികൾക്കിടയിൽ വളരെ വിലപിടിപ്പുള്ളതും സമ്പന്നതയുടെ വലിയ അടയാളവുമായിരുന്നു ചുവന്നോട്ടകങ്ങൾ. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ദഅവത്തിൻ്റെ മാർഗത്തിൽ നമുക്ക് ചലിക്കാനുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ രാജ്യത്ത് നാം അതിന് പ്രാമുഖ്യം കാണിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ തന്നെയാണ് ഏറ്റവും ഉത്തമർ. അല്ലാഹു പറയുന്നുണ്ട്, വലാ തഹ്നു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അങ്ങനെ ദഅവത്തുമായി മുന്നേറുന്ന, അതേ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് ദഅവത്തിലൂടെ മുന്നേറുന്ന ആളുകൾക്കാണ് സഹോദരങ്ങളെ ഇവിടെ അല്ലാഹ് ആധിപത്യം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കാണ് നിർഭയത്വമുള്ള ജീവിതം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കാണ് അവരുടെ മതമനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാമെന്ന് നമ്മുടെ റബ്ബ് കരാറ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു സൂറത്തുൻ നൂറിലെ 55-ാമത്തെ വചനത്തിൽ അത്തരക്കാരോട് നൽകുന്ന ഒരു കരാറുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. സഹോദരങ്ങൾ, നമ്മൾ കാണുന്നില്ലേ കേരളത്തിൻ്റെ പുറത്ത് അല്ലേ പശുവിൻ്റെ പേരിൽ അല്ലേ അറത്തതിൻ്റെ പേരിൽ ആ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ
രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത് കാണുന്നില്ലേ സഹോദരങ്ങളെ? നമ്മുടെ നാട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളം, അതിൽ നിന്നൊക്കെ കുറച്ച് മുക്തമാണെങ്കിൽ ഇവിടെയുള്ള പ്രത്യേകത എന്തുകൊണ്ട് എന്ന് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് അല്ലാഹു നമുക്ക് നൽകിയ കരാറാണ്. അല്ലാഹു പറയുന്നു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി, നിങ്ങളിൽ നിന്നുള്ള സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് അല്ലാഹുവിനുള്ള കരാറ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് ഈ ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്കും നൽകാമെന്നതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അതേ നിങ്ങൾ തൃപ്തിപ്പെട്ട നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ, മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്ക് ഞാൻ അവസരം നൽകാമെന്നതാണ്. പിന്നെയോ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അതേ ഭയമുള്ള ജീവിതത്തിന് ശേഷം ആരെയും ഭയപ്പെടാതെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നത് നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കുള്ള അല്ലാഹുവിൻ്റെ കരാറാണ്. പക്ഷേ റബ്ബിനൊരു കണ്ടീഷനുണ്ട് നമ്മളോട് പറയാൻ, യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, അവരെന്നെ മാത്രം ആരാധിക്കട്ടെ, എന്നിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അതുപോലെ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ അടിയുറച്ച് വിശ്വസിച്ച് അത് ദഅവത്ത് നടത്തി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് സഹോദരങ്ങളെ സുരക്ഷിതത്വം, അവർക്കുള്ളതാണ് നിർഭയത്വം, അവർക്കുള്ളതാണ് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് നമുക്ക് നൽകാമെന്നത് റബ്ബിൻ്റെ കരാറാണെന്ന് ഈ ഒരു സ്വാതന്ത്ര്യദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ വസായിറ ബിലാദിൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ആമിന്ന ഫി ഔതാനിനാ വഅസ്ലിഹ് അഇമ്മതനാ വവുലാത ഉമൂരിനാ വജഅൽ വിലായതനാ ഫി മൻ ഖാഫക വത്തഖാക വത്തബഅ റിളാക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധ്യതകളുമായി ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ സമാധാനം നൽകണേ. അവരുടെ ജീവിതത്തിന് ഐശ്വര്യവും അനുഗ്രഹങ്ങളും വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീൻ അൽ മുസ്തദഅഫീന في كل مكان يا رب العالمين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.